ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മുടെ ഹോണ്ട ആക്റ്റീവ് വണ്ടി വർക്കിന് വേണ്ടിയിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് മെയിനായിട്ട് പറഞ്ഞേക്കുന്നത് ഹെഡ്ലൈറ്റിന് വെട്ടം കുറവുണ്ടെന്ന് പറയുന്നുണ്ട്. പിന്നെ ഫ്രണ്ട് വെട്ടൽ എഞ്ചിൻ ഓയിൽ മാറ്റണം, ഓടിച്ച് നോക്കിയിട്ട് ഒന്ന് വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ബ്രേക്ക് ജാമോ ഉള്ള കേസ് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ച് നോക്കി വെട്ടലെന്ന് പറയാനായിട്ട് നമുക്ക് 2 ടയറിലും എയർ വളരെ കുറവായിരുന്നു. അതിൻ്റെ പ്രശ്നമല്ലാതെ വേറൊരു കംപ്ലയിൻറ്റ് എനിക്ക് തോന്നിയില്ലായിരുന്നു കേട്ടോ വെട്ടലുമായി ബന്ധപ്പെട്ട്. പിന്നെ ഫ്രണ്ടിലത്തെ ഈ ടയറിന് ചെറിയൊരു അലൈൻമെൻറ്റ് വേരിയേഷനൊക്കെ വന്നിട്ടുണ്ട്. അതിൻ്റേതായിട്ടുള്ള ചെറിയൊരു വെട്ടലല്ലാണ്ട് വേറൊരു കംപ്ലയിൻ്റ് എന്ന് പറയാവുന്ന രീതിയിലേക്ക് ഒരു വെട്ടമില്ല. പിന്നെ തീരെ എയർ കുറവായിരുന്നു ഫ്രണ്ടൊക്കെ. ബാക്കിൽ കുറച്ചും ഉണ്ടായിരുന്നു, പക്ഷേ ഫ്രണ്ട് തീരെ എയർ കുറവൊക്കെ ഉണ്ടായിരുന്നു. ബ്രേക്ക് ജാമിൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞാണത് ബാക്ക് ബ്രേക്ക് ലൈനറാണ് മെയിനായിട്ട് പ്രശ്നം കാണിച്ചത്. അപ്പോൾ ബ്രേക്ക് ലൈനർ മാക്സിമം തീർന്നിട്ടുണ്ട്. ബാക്കിലത്തെ ഹബ്ബൊക്കെ ചൂടായിട്ട് ഇങ്ങനെ പഴുത്തേക്കണ പോലെ കാണാം. അതിൽ കളർ വ്യത്യാസമൊക്കെ വന്നിട്ടുണ്ട്, ഗോൾഡൻ ഷെയ്ഡിലേക്കൊക്കെ മാറി. ബാക്ക് വീലിലാണ് പ്രോബ്ലം കാണിച്ചത്. അപ്പോൾ ലൈനർ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് ഏകദേശം ഒരു ഇത്രയും തീർന്നിട്ടുണ്ടായിരുന്നു. പിന്നെ 2-3 ത്രെഡും കൂടി ടൈറ്റ് ചെയ്യാനുള്ളത്. അത് ടൈറ്റ് ചെയ്താലും നമുക്ക് തൊട്ടടുത്ത് തന്നെ വീണ്ടും കയറ്റി മാറ്റേണ്ടതായിട്ട് വരും. അപ്പോൾ കൈയോടെ നമുക്ക് ബ്രേക്ക് ലൈനർ നമുക്കൊന്ന് മാറ്റിയിട്ടേക്കാം. കേബിളിന് എക്സ്ട്രാ ഒരു സ്പ്രിങ്ങും കൂടി അഡീഷണൽ കൊടുക്കാം. അപ്പോൾ കുറച്ചും കൂടി ഒന്ന് ഫ്രീ ആയി കിട്ടും, ജാമിങ് ഇല്ലാത്ത രീതിയിൽ. പിന്നെ എഞ്ചിൻ ഓയിൽ മാറ്റാൻ പറഞ്ഞിട്ടുണ്ട്. ഓയിൽ മാറ്റാൻ വേണ്ടി നമ്മൾ അഴിച്ചിട്ടുണ്ട്. അപ്പോൾ നിലവിൽ എഞ്ചിനിൽ ഓയിൽ ലെവൽ ഒരല്പം കുറവുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചോളാം. ഇടയ്ക്ക് നമുക്ക് ശരിക്കും എഞ്ചിൻ ഓയിൽ മാറണം ഓരോ 3000 കിലോമീറ്റർ കൂടുമ്പോഴാണ്. അപ്പോൾ കിലോമീറ്ററിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് നമുക്ക് എഞ്ചിൻ ഓയിലിൻ്റെ കേസ് നോക്കേണ്ടത് കേട്ടോ. അപ്പോൾ അത് കൃത്യമായിട്ട് നോക്കാം. ഇതിപ്പോൾ ഒരല്പം ലെവൽ കുറവുണ്ട്. അപ്പോൾ നമ്മൾ ഒരു മാസം കഴിഞ്ഞാൽ ഒന്ന് കയറ്റി ഒന്ന് ചെക്ക് ചെയ്ത് തരണം. ഒരു മാസം അല്ലെങ്കിൽ 1000 കിലോമീറ്റർ അതിലാണ് ഇങ്ങനെ ഏതാണോ ആദ്യം തന്നെ അപ്പോൾ ഒന്ന് കയറ്റിയിട്ട് എഞ്ചിൻ ഓയിൽ ഒന്ന് ചെക്ക് ചെയ്ത് പോയിക്കോളൂ കേട്ടോ. അപ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ വേണ്ട. കാരണം ഓയിൽ ലെവൽ തീരെ കുറഞ്ഞു പോണ്ടി നമ്മൾ എത്രയും പെട്ടെന്ന് അത് പരിഹരിച്ച് കൊടുക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ മേജർ കംപ്ലയിൻറ്റൊക്കെ വരും. ഇതിപ്പോൾ നോർമൽ ഇപ്പോൾ ഒരല്പം കുറവുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു 250-300 മില്ലിയോളം ഓയിൽ ലെവൽ ഇപ്പോൾ കുറവാണ്. പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ടിൽ വേറെ കുറേത്തൊക്കെ പ്രോബ്ലംസ് ആയിട്ടൊന്നും തോന്നണമെന്നില്ല വേറെ ഭാഗത്ത്. പിന്നെ ഉള്ളത് നമുക്കിത് ഈ സെൽഫിൻ്റെ സ്വിച്ചിന് വലിയ പഴക്കം തോന്നുന്നില്ല. പക്ഷേ അതിൻ്റെ ലോക്ക് പോയിട്ട് അതിൻ്റെ ഉള്ളിലിരിക്കില്ല, പുറത്തേക്ക് ചാടി പോരുള്ളൂ. അപ്പോൾ അത് മാറ്റിയിടാണെങ്കിൽ നന്നായിരിക്കും. അതാണ് ആ ഭാഗത്ത് ഉള്ള ഒരു പ്രോബ്ലം. പിന്നെ ഓടിച്ച് നോക്കുമ്പോൾ അങ്ങനെ വേറെ കുറേത്തൊക്കെ ഒരു കംപ്ലയിൻ്റ് ആയിട്ടൊന്നും തോന്നണമെന്നില്ല കേട്ടോ. അപ്പോൾ തോന്നിയ കേസാണ് ഇപ്പോൾ ഈ 2 ബ്രേക്കിനുമായി ബന്ധപ്പെട്ട കേസ്. അപ്പോൾ അത് നമുക്ക് നോക്കിയിട്ട് ക്ലിയർ ചെയ്യാം. ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് വാട്സാപ്പിലിടാം കേട്ടോ. നമുക്ക് ബ്രേക്ക് ഷൂം അതേപോലെ തന്നെ എഞ്ചിനോലൊക്കെ മാറ്റി വരുമ്പോൾ ഏകദേശം അപ്പോൾ അവർ നോക്കിയിട്ട് അതിൻ്റെ എസ്റ്റിമേറ്റ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടോ കേട്ടോ. ഓക്കെ.